ഹലോ നമസ്കാരം. റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട് ഒരു ഡ്രോയിങ്ങിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. A4ലാണ് ഞാൻ വരയ്ക്കുന്നത്. 4 സൈഡും മാർജിൻ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ താഴത്തെ കോർണറിൽ നിന്ന് ഇതുപോലെ വളച്ചിട്ടൊരു ഡിസൈൻ വരച്ചു കൊടുക്കാം. തൊട്ട് താഴെ വീണ്ടും ഇതുപോലെ തന്നെ വരയ്ക്കുന്നുണ്ട്. ഇനി ഈ A4ൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് വരച്ചു കൊടുക്കാം. ഫ്ലാഗ് എല്ലാവർക്കും വരയ്ക്കാൻ അറിയാമല്ലോ. സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെയും വരച്ചിട്ടുള്ളത്. സെൻറ്ററിൽ അശോക ചക്രം വരയ്ക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഇന്ത്യ ഗേറ്റ് ആണ് വരയ്ക്കുന്നത്. ആദ്യം പാരലലായിട്ട് 2 ലൈൻസ് വരയ്ക്കാം. അതിൻ്റെ മുകളിലൂടെ ഇങ്ങനൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇനി സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് ഓരോ റെക്റ്റാങ്കിൾസ് വെച്ച് വരച്ചിട്ട് പോവാം. മുകളിലേക്ക് പോകും തോറും ചെറിയ റെക്റ്റാങ്കിൾസ് ആയിട്ട് വേണം വരയ്ക്കാൻ. റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റേഴ്സ് തന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലക്കാർഡ്, റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ബാഡ്ജ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട്. ആ വീഡിയോസ് എല്ലാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒരു പ്ലേലിസ്റ്റ് ആയിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇന്ത്യ ഗേറ്റിലുള്ള കുറച്ച് ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ റിയൽ പിക്ചർ ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഇവിടെ വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സ്പേസ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് റോക്കറ്റ്സ് ആണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു പെൻസിലാണ് വരയ്ക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഒരു വളയം ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 3 റോക്കറ്റ്സ് വരച്ചു കൊടുക്കാം. പുക കാണിക്കാനാണ് ബാക്ക് സൈഡിൽ ഇങ്ങനെ വരച്ചിട്ടുള്ളത്. കളർ കൊടുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ ഫ്ലാഗ് വരച്ചു, ഇന്ത്യ ഗേറ്റ് വരച്ചു, റോക്കറ്റ്സും വരച്ചു. ഇനി ഇതിനെല്ലാം കളർ കൊടുക്കാം. ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ടാണ് ഞാൻ കളർ ചെയ്യുന്നത്. ഈ സൈഡിൽ കാണുന്നത് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ട്രൈ കളർ ബാഡ്ജാണ്. ഇതിൻ്റെ ലിങ്കും പ്ലേലിസ്റ്റിലുണ്ട്. അശോക ചക്രം ഞാൻ ബ്ലൂ കളർ പെന്നുകൊണ്ടാണ് കളർ ചെയ്യുന്നത്. ഇന്ത്യ ഗേറ്റിന് ബ്രൗൺ കളർ കൊടുക്കാം. ഓയിൽ പേസ്റ്റൽസ് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ക്രയോൺസോ വാട്ടർ കളേഴ്സോ സ്കെച്ച് പെൻസോ ഏതായാലും കുഴപ്പമില്ല. താഴെ വരച്ചിട്ടുള്ളതിന് ഞാനൊരു ഫ്ലാഗിൻ്റെ ഡിസൈനായിട്ടാണ് കൊടുക്കുന്നത്. മുകളിൽ ഓറഞ്ച്, രണ്ടാമതായിട്ട് വൈറ്റ്, പിന്നെ ഗ്രീൻ കൊടുക്കുക. അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനൊരു ലൈനും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഗ്രീൻ കൊടുക്കാം. റോക്കറ്റിന് നമ്മൾ പുക വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെയും ഇതുപോലെ തന്നെ ഫ്ലാഗിൻ്റെ ഡിസൈനാണ് കൊടുക്കുന്നത്. ആദ്യം ഓറഞ്ച്, സെൻറ്ററിൽ വൈറ്റ്, താഴെ ഗ്രീന്. പുകയുടെ കളർ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലേഡ് വെച്ചിട്ട് ഇതൊന്ന് ലൈറ്ററാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. താഴെയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുകളിലുള്ളത് കുറച്ച് ലൈറ്റാണ്. അപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള സിമ്പിൾ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ കുറച്ച് സമയം കൊണ്ട് നമ്മളിത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് വരച്ചു, പിന്നെ തൊട്ടടുത്തായിട്ട് ഇന്ത്യ ഗേറ്റ് വരച്ചു, പിന്നെ ഒരു 3 റോക്കറ്റ്സ് കൂടി വരച്ചു. അപ്പോൾ ഇത്രയും നമ്മൾ വരച്ചിട്ടുള്ളൂ. എല്ലാ പ്രായക്കാർക്കും വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡ്രോയിങ് തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട് സ്കൂൾ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടി മറക്കരുത്. വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി തരണം. എന്നിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.